കാരുണ്യവാനും കരുണാവരിതിയുമായ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ സർവസ്തുതികളും സർവേശ്വരനെ സമർപ്പിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, വളരെ സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇതുപോലുള്ള ഒത്തുകൂടലുകളുടെ പ്രസക്തി വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സന്തോഷകരമായ ഒരു ഒത്തുകൂടലാണ്. പക്ഷേ പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു പശ്ചാത്തലം നമ്മളെ അല്ലെങ്കിൽ ഈ പരിപാടിയെ അല്ലെങ്കിൽ നമ്മളെ മൊത്തത്തിൽ സങ്കടകരമാക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ റമദാൻ തുടങ്ങുമ്പോൾ ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഏതാണ്ട് 170 പിഞ്ച് കുഞ്ഞുങ്ങളുടെ രക്തമടിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ രക്തത്തിൽ അണിയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പശ്ചാത്തലം, ഈ റമദാനിൻ്റെ പശ്ചാത്തലം സാമ്രാജ്യത്വ ശക്തികൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ മരിച്ചുപോയ കുട്ടികളും അല്ലാത്തവരുമായ അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരൊക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപന പ്രകാരം വിജയിച്ചവരാണ്. പക്ഷെ നമ്മൾ സങ്കടപ്പെടേണ്ടത് ഇത്തരം കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വിവരങ്ങൾ അറിയുന്നു. അപ്പോൾ അതിനൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആഹ്ലാദിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും ആഹ്ലാദം വരുന്ന അത്തരം ആളുകളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെടണം, നമ്മൾ സഹതപിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഉപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉപ്പരസമാണല്ലോ. തേനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ മധുരമാണ് തേനിൽ നിന്ന് പ്രതീക്ഷിക്കുക. സൂര്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക സൂര്യപ്രകാശമാണ്. മനുഷ്യനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്തായിരിക്കും? മനുഷ്യത്വമാണ്. പക്ഷേ ഈ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യൻ എന്തായിട്ടാണ് മാറുന്നത്? മൃഗമായി എന്നാണ് നമ്മൾ പറയുക എങ്കിലും അത് തെറ്റാണ്. കാരണം നമുക്കറിയാൻ പറ്റും, വിശപ്പടങ്ങിയ ഒരു സിംഹവും രണ്ടാമതൊരു മുയലിനെ വെറുതെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? വിശപ്പടങ്ങിയ ഏതെങ്കിലും ഒരു പുലി രണ്ടാമതൊരു മാനിനെ വെറുതെ കൊന്നിടുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലല്ലോ. മാത്രമല്ല, ഹിംസ്ര ജന്തുക്കൾ വരെ കൊല്ലുന്നത് വിശപ്പടക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടക്കുരുതികളിൽ, ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഈ റമദാനിൽ തുടങ്ങിയതുമല്ല, ഫലസ്തീനിലൊക്കെ നമുക്കറിയാൻ പറ്റും, വിശക്കുന്ന മനുഷ്യരെ കൊല്ലുക. ഇത് വിശക്കുന്ന മനുഷ്യരിങ്ങനെ ഭക്ഷണത്തിന് വരി നിൽക്കുന്ന സമയത്ത് അവരെ കൊല്ലുക. അപ്പോൾ ഹിംസ്ര ജന്തുക്കൾ വിശക്കുമ്പോൾ വിശപ്പടക്കാൻ കൊല്ലുന്നു, പക്ഷെ പിന്നെ കൊല്ലുന്നില്ല. ഇത് പക്ഷെ വിശക്കുന്ന മനുഷ്യരെ കൊല്ലുന്നു. എന്തിനു വേണ്ടി? വിശപ്പടക്കാനല്ല, പിന്നെ എന്തിനു വേണ്ടിയാ? ശല്യം തീർക്കാൻ. ഇതിന് പറയുന്ന പേര് മൃഗീയത എന്നല്ല, ഇതിന് പറയുന്ന പേരാണ് പൈശാചികത എന്ന്. അപ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ആയിത്തീരുന്നത് പിശാചായി, മൃഗമായിട്ടല്ല, പിന്നെ എന്തായിട്ടാണ് മാറുന്നത്? പിശാചായിട്ടാണ് മാറുന്നത്. ഈ പൈശാചികത ലോകം ഭരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ദൈവികതയെക്കുറിച്ച് ചില വർത്തമാനങ്ങൾ പറയുന്നത്, അതിന് പ്രസക്തി ഏറുന്നതും അപ്പോഴാണ്. ഇമാം റാസി ഒരു സമയത്ത് പറയുന്നുണ്ട്, ഒന്നിൻ്റെ മഹത്വവും പ്രാധാന്യവും കൂടുതൽ വ്യക്തമാവുക അതിൻ്റെ വിപരീതത്തിലൂടെയാണെന്ന്. എന്നാൽ ഇരുട്ടിൻ്റെ കാഠിന്യമാണ് പ്രകാശത്തിൻ്റെ തെളിച്ചത്തിന്, അതിൻ്റെ വെളിച്ചത്തിന് കുറെ കൂടി എന്തുണ്ടാകുന്നത് എന്നതുപോലെ ഈ പറയുന്ന പൈശാചികത തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ദൈവികതയെക്കുറിച്ച് പറയുന്നത്. അപ്പം സാധാരണ പറയാറുണ്ട്, മത്സ്യം ചീയുന്നത് തലയിൽ നിന്നാണെങ്കിൽ മനുഷ്യൻ ചീയുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതായത് മത്സ്യം ചെയ്യുന്നത് തലയിൽ നിന്നാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതായത് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പോഴല്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത് ശരീരത്തിൽ ജീവൻ ഉണ്ടാകുമ്പോഴല്ല,
ഹൃദയത്തിൽ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ മനുഷ്യൻ പൈശാചികതയിലേക്ക് പോവുക എന്നതാണ് സംഭവിക്കുക. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ. ആ ഒരു വലിയ ധർമ്മമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം. അത് അവതരിച്ചത് തന്നെ അതിനു വേണ്ടിയാണെന്നാണ്. ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അത് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നതിനെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഷഹറു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്. അതായത് ജനങ്ങൾക്ക് സന്മാർഗമായി ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അപ്പോൾ ജനങ്ങൾക്ക് സന്മാർഗമായിട്ട് ഖുർആൻ അവതരിച്ചു. അപ്പോൾ ഇങ്ങനെ സന്മാർഗമായി ഖുർആൻ എന്തിനാണ് അവതരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുർമാർഗവും അതുപോലെ സന്മാർഗവും ഇങ്ങനെ രണ്ട് മാർഗങ്ങളുണ്ട്. പക്ഷിമൃഗാദികൾക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മനുഷ്യന് പക്ഷേ രണ്ട് മാർഗങ്ങളുണ്ട്. ഇതിൽ മനുഷ്യനാവുക സന്മാർഗത്തിലൂടെ. ദുർമാർഗത്തിലേക്ക് പോയാൽ പിന്നെ മനുഷ്യൻ മൃഗം പോലും അല്ല ആവുക. നേരത്തെ പറഞ്ഞല്ലോ, പൈശാചികതയിലേക്കാണ് മനുഷ്യൻ പോവുക. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സന്മാർഗം പഠിപ്പിക്കാൻ ഇങ്ങനെ വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ പ്രവാചകന്മാർ, ഇപ്പോൾ ഖുർആൻ പറയുന്നതനുസരിച്ച് മുമ്പും വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ സന്മാർഗം പഠിപ്പിക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. ഇങ്ങനെ പക്ഷേ പക്ഷിമൃഗാദികൾക്കിടയിലൊന്നും ഇങ്ങനെ ഒരു നടപടിക്രമം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല എന്നതാണ്. കാരണം അവയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പരിശീലനം ആവശ്യമില്ല. പക്ഷെ മനുഷ്യൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. അത് ഭൂമിയിൽ ജീവിക്കാൻ പരിശീലനം ആവശ്യമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാരണം മറ്റ് ജീവജാലങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അവയുടെ ജന്മവാസനയ്ക്കനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ അവയുടെ നേച്ചർ അനുസരിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യനാകുന്നത് അവൻ്റെ നേച്ചർ അനുസരിച്ചല്ല. മനുഷ്യനാവുക കൾച്ചർ അനുസരിച്ചാണ്. ഈ കൾച്ചർ മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള കൾച്ചർ ഇത് പഠിപ്പിക്കലാണ് പ്രവാചകന്മാരുടെ ദൗത്യം. അതിനാണ് ഈ സന്മാർഗം എന്ന് പറയുന്നത്. പക്ഷിമൃഗാദികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാൻ പറ്റും, ജീവജാലങ്ങളെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ഒരു കോഴിക്കുഞ്ഞിന് ധാന്യമണിയും മണൽത്തരയും തിരിച്ചറിയാൻ കഴിയും. പക്ഷെ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യക്കുഞ്ഞിന് ചേറും ചോറും തിരിച്ചറിയാൻ കഴിയില്ല. രണ്ടും വാരി വിഴുങ്ങും. അങ്ങനെയാണല്ലോ. കാരണം എന്താ? പക്ഷിമൃഗാദികൾക്ക് സൃഷ്ടിക്കുമ്പോൾ തന്നെ ഏതാണ് അനുവദനീയം, ഏതാണ് നിഷിദ്ധം, ഇതൊക്കെ സൃഷ്ടിക്കുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മനുഷ്യന് പക്ഷെ അങ്ങനെയല്ല. മനുഷ്യൻ യഥാർത്ഥത്തിൽ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഏതൊക്കെയാണ് പറ്റുന്നത്, ഏതാണ് പറ്റാത്തത്, ഇത് പഠിപ്പിക്കലാണ്. ഇതാണ് പ്രവാചകന്മാരുടെ വേദഗ്രന്ഥങ്ങളുടെ ദൗത്യം. ആ അർത്ഥത്തിലാണ് പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മറ്റു പക്ഷിമൃഗാദികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, ഏത് കഴുതയ്ക്കും അറിയാം കഴുതയായിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഏത് കഴുതയ്ക്കും അറിയാം കഴുതയായിട്ട് എങ്ങനെ ജീവിക്കുക. ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇത് പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ മഹാദൗത്യം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുവാൻ സന്ദർഭമില്ലാത്തത് കൊണ്ട് ചുരുക്കി മാത്രം സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ മനുഷ്യനെ സന്മാർഗത്തിലേക്ക്, മനുഷ്യനായി ജീവിക്കുന്നതിന് പഠിപ്പിക്കുന്ന 3 സമവാക്യങ്ങളുണ്ട്. അതിലേക്ക് മനുഷ്യനെ നയിക്കുന്ന 3 സമവാക്യങ്ങളുണ്ട്. ആ 3 സമവാക്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തേത്, മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ടുള്ള യുക്തി ചിന്തയിലൂടെ ദൈവത്തെ അറിയലാണ്. 1. രണ്ടാമത്തേത്, മനുഷ്യൻ അവൻ്റെ ആത്മാവ് കൊണ്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തോട് അടുക്കലാണ്. 3. ശരീരം കൊണ്ടുള്ള സൽക്രമങ്ങളിലൂടെ സൃഷ്ടികളെ സേവിക്കലാണ്. അപ്പം ഇങ്ങനെ 3 സമവാക്യങ്ങൾ സന്മാർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പറയുമ്പോൾ അത് ഓരോന്ന് നമ്മളിങ്ങനെ എടുത്ത് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അതിലൊന്ന്, മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ടുള്ള യുക്തി ചിന്തയിലൂടെ ദൈവത്തെ അറിയൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, മറ്റ് ജീവജാലങ്ങൾക്കില്ലാത്ത ഒരു കഴിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തിയുണ്ട് എന്നതാണ്. അപ്പോൾ ഖുർആൻ സൂചിപ്പിക്കുന്നത് ബുദ്ധി കൊണ്ടുള്ള യുക്തി ചിന്തയിലൂടെ ദൈവത്തെ അറിയണമെന്നാണ്. പക്ഷെ ദൈവത്തെ അറിയാനുള്ള ഒരേ ഒരു വഴി മനുഷ്യൻ്റെ യുക്തിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ യുക്തിവാദികൾ എന്ന് പറയുന്നത് ദൈവം ഇല്ലെന്ന് പറയുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ ഒരു അബദ്ധമാണ്.
ഏതുപോലെ നെയ്യപ്പം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു അബദ്ധമാണ്. നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്താ? നെയ്യപ്പം എന്നാണ് പേര്, പക്ഷെ അതിലെന്തില്ല? നെയ്യിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്നതുപോലത്തെ ഒരു അബദ്ധമാണ് യുക്തിവാദം എന്ന് പറയുന്നത്. കാരണം യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ട ഒരു കാര്യം അംഗീകരിക്കണമെങ്കിൽ യുക്തിയുടെ ആവശ്യം ഇല്ല. ഒരു മേശ കണ്ടാൽ ഒരു മേശയുണ്ട് ഇവിടെ എന്നറിയാൻ ഈച്ചയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കഴുതയ്ക്കും ഒക്കെ അറിയാലോ. അതുകൊണ്ട് കണ്ട ഒരു കാര്യം അറിയണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? യുക്തി ആവശ്യമില്ല. പക്ഷെ മേശ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരു ആശാരി ഉണ്ടെന്നറിയലാണ് യുക്തി. കണ്ട ഒന്നിൽ നിന്ന് കാണാത്ത ഒന്നിന് അനുമാനിക്കൽ. പുക കണ്ടാൽ അറിയാം എവിടെയോ തീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്രന്ഥം കണ്ടാൽ അറിയാം അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥകർത്താവുണ്ട്. ശില്പം കണ്ടാൽ അറിയാം അതിൻ്റെ പിന്നിൽ ഒരു ശില്പിയുണ്ട്. സൃഷ്ടികളെ കണ്ടാൽ അറിയുമെന്ത്? അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ യുക്തി. ഈ യുക്തിയാണ് ദൈവത്തെ അറിയാനുള്ള വഴി. അപ്പം സൃഷ്ടികൾ എന്തിന് തെളിവാണ്? ഒരു സ്രഷ്ടാവിന് തെളിവാണ്. അങ്ങനെ ഒരു സ്രഷ്ടാവിനെ നമ്മൾ അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ സകലവിധ സാമുദായിക, ജാതീയ, മതപരമായ കാഴ്ചപ്പാടുകളുമാണ് അവിടെ ഉണ്ടാവുന്നത്. കാരണം സ്രഷ്ടാവായ ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എൻ്റെ ദൈവത്തെക്കുറിച്ചല്ലല്ലോ ഞാൻ പറയുന്നത്. കാരണം എന്താ? നിങ്ങളുടെ കൂടി ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഒന്നാവാൻ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഒന്നാക്കാനുള്ള ഒന്നാമത്തെ മൗലികമായ കാഴ്ചപ്പാട്. മാത്രമല്ല ഇത് പ്രമാണങ്ങളും വേദങ്ങളും ഒക്കെ പറയുന്ന കാര്യവുമാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വേദങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ പറ്റും ഹിരണ്യഗർഭ സൂക്തങ്ങളുണ്ട്. ഹിരണ്യഗർഭ സൂക്തങ്ങളിൽ പിന്നെ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതപതിരേകാസി സദാധാര പൃഥ്യും ദ്യാമുദേമാം കസ്മൈ ദേവായ ഹവിഷാവിദേവം. അത് സൃഷ്ടിക്ക് മുമ്പ് ഹിരണ്യഗർഭനായ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൃഥ്വി മുതൽ ഭൂമി മുതൽ പ്രകാശ ലോകം വരെയുള്ള എല്ലാം അവൻ സൃഷ്ടിച്ചു. സുഖസ്വരൂപനായ അവനെ ഞങ്ങൾ ഉപാസിക്കുന്നു. അവനെ മാത്രമേ ഞങ്ങൾ ഉപാസിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന ഈ ഈശ്വരൻ ആരാണ്? ഈ ഭൂമിയും അണ്ടകടാഹങ്ങളൊക്കെ സൃഷ്ടിച്ച ശക്തിയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഋഗ്വേദം ഇരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തിൻ്റെ സഹോദരന്മാരുടെ കയ്യിലാണ്. പക്ഷെ അതേ സമയത്ത് ഋഗ്വേദത്തിൽ പറയുന്ന ഈശ്വരൻ ആരുടേതാണ്? അത് അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ദൈവത്തെക്കുറിച്ചാണ്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ദൈവത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി ബൈബിൾ യഹോവയെക്കുറിച്ച് പറയുന്നതോ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ അരുളി ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അതിനെ ഉറപ്പിച്ചു. വെറുതെ അല്ല അതിന് നിർമ്മിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. ഇവിടെ പറയുന്ന യഹോവ ആരാണ്? ഈ ഭൂമി ആകാശലോകങ്ങളൊക്കെ സൃഷ്ടിച്ച ശക്തിയല്ലേ. ബൈബിൾ ഇരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ ബൈബിളിൽ പറയുന്ന ദൈവമോ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് അല്ലല്ലോ പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്? അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ശക്തിയെക്കുറിച്ചല്ലേ. ഇനി ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതോ സമാവാത്തി വൽ അർദ്, മുൻ മാതൃകയില്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാകുന്നു അള്ളാഹ്. ഖുർആൻ ഇരിക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ ഖുർആനിൽ പറയുന്ന അള്ളാഹുവോ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ദൈവത്തെക്കുറിച്ചല്ലല്ലോ. അതിന് പകരം അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ആ ശക്തിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? മതങ്ങൾ നമ്മളെ ഭിന്നിക്കുമ്പോൾ വേദങ്ങൾ നമ്മളെ ഒന്നിപ്പിക്കുന്നു എന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ ചെയ്യുന്ന ഒന്നാമത്തെ ദൗത്യം ഇതാണ്. ഇത് ഈ വ്യത്യസ്ത രീതിയിൽ നമ്മൾ വിഭാഗീയതയിലേക്ക് പോകുമ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യരൊക്കെ ഒറ്റ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളും ഒരേ മാതാപിതാക്കളുടെ മക്കളും ഒറ്റ തറവാട്ടുകാരും കുടുംബക്കാരുമാണെന്ന ഒരു മാനവികമായ ആശയത്തെയാണ് അത് ഒന്നാമതായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യൻ സന്മാർഗത്തിനാകുന്നതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഇങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്ര അറിഞ്ഞാൽ മതിയോ? ഒരു ദൈവമുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതിയോ? അതോടുകൂടി നമ്മളുടെ ദൈവത്തോടുള്ള കടപ്പാട് തീരും. അതിനപ്പുറത്ത് വേറെ വല്ല ബാധ്യതയും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് മനുഷ്യനുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു കാര്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മനുഷ്യൻ ചില സമീപനങ്ങൾ സ്വീകരിക്കും. അതതിൻ്റെ സ്ഥാനവും അവസ്ഥയൊക്കെ അനുസരിച്ച് കൊണ്ടാണ് സമീപനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ കണ്ണൂർ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി കൂടെ വന്ന സങ്കല്പിക്കുക, വന്ന സഹോദരൻ എന്നോട് പറയുകയാണെന്ന് സങ്കല്പിക്കുക, ഒരാളെ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറയുകയാണ്, അതാ പോകുന്നത് എൻ്റെ അയൽവാസിയാണ്, എൻ്റെ സുഹൃത്താണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുക. എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നണമെന്നുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല. കാരണം എന്താണ്? അത് എൻ്റെ ഈ സുഹൃത്തിൻ്റെ, എന്നെ കൊണ്ടുവരാൻ വന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ്, സുഹൃത്താണ് എന്നതിനപ്പുറത്ത് എനിക്കൊരു ബന്ധം അദ്ദേഹത്തോടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാവണമെന്നില്ല.
അതേ സമയത്ത് അദ്ദേഹം എന്നോട് പറയാണ്, അല്ല ജിക്ക് നിങ്ങളുടെ പിതാവാണല്ലോ ആ പോകുന്നത് എന്ന് പറഞ്ഞാലോ, ആ അദ്ദേഹത്തിന്റെ അയൽവാസിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണോ ഞാനിത് കേൾക്കുക? എടത്തനാട്ടുകരയിലുള്ള എൻ്റെ പിതാവ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കേട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സ്വാഭാവികമായിട്ടും അല്ലെ എൻ്റെ പിതാവിനെ സമീപിക്കണ്ടേ, പിതാവിൻ്റെ അടുത്തേക്ക് ഓടി അടുക്കണ്ടേ? ഇതിനല്ലേ മനുഷ്യത്വം എന്ന് പറയുക. എങ്കിൽ എന്നെയും എൻ്റെ പിതാവിനെയും സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ അറിഞ്ഞാൽ ആ ദൈവത്തെ ഞാൻ സമീപിക്കണ്ടേ, ആ ദൈവത്തോട് ഞാൻ അടുക്കണ്ടേ? അടുക്കേണ്ടതുണ്ട്. ഇതല്ലേ നമ്മുടെ സാമാന്യ ബുദ്ധി നമ്മളോട് പറയുന്നത്, അടുക്കണം. പക്ഷേ ഈ സമീപിക്കൽ എന്ന് പറയുന്നത് എല്ലാത്തിനോടും നമ്മൾ ഒരുപോലെയല്ല സമീപിക്കും. അല്ലെ, കുട്ടികളോട് നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയായിരിക്കും? കാരുണ്യത്തോടു കൂടി സമീപിക്കും. അല്ലെ, ഇണകൾ പരസ്പരം സമീപിക്കുന്നത് പ്രേമത്തോടു കൂടിയാണ്. അല്ല, ഒരു അധ്യാപകനെ സമീപിക്കുമ്പോൾ ഒരു ബഹുമാനത്തോടു കൂടിയാണ്. ഒരു നേതാവിനെ ഒരു ആദരവോടുകൂടി സമീപിക്കും. ദൈവത്തെ സമീപിക്കേണ്ടത് ആരാധനയോടുകൂടിയാണ്. കാരണം ദൈവമാണ് ഏറ്റവും ഉന്നതൻ. ആരാധന മനുഷ്യന്റെ ഉള്ളിലെ ഏറ്റവും ഉയർന്ന വിധേയത്വ വികാരം. ആ വിധേയത്വ വികാരം ആരാധനകളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? അനുഷ്ഠാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? അത് അപ്പൊ ദൈവത്തോട് അടുക്കാനുള്ള വഴിയാണ് ആരാധനകളും അനുഷ്ഠാനങ്ങളും എന്ന് പറയുന്നത്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട വ്യത്യസ്ത അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, അതിൽ നിശ്ചയിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണെന്ത്? പ്രധാനുഷ്ഠാനം. അപ്പൊ ദൈവത്തോട് അടുക്കാനുള്ള ഇതൊരു ആരാധനയാണ്, ദൈവത്തോട് അടുക്കാനുള്ള ഒരു അനുഷ്ഠാനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വേറെ അനുഷ്ഠാനങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ സന്ദർഭമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ പറയുന്ന പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന, അല്ലെ ദൈവത്തോട് അടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാവും. കാരണം ഈ സാധാരണഗതിയിൽ പ്രധാനുഷ്ഠാനത്തിന് ഉപവാസം എന്നും പറയും. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടത്താമസം എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടത്താമസമാണ് ഉപവാസം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൂടെ താമസിക്കാൻ എപ്പോഴും തടസ്സമായി നിൽക്കുന്ന പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ ഉള്ളിലുള്ള ഇച്ഛകളാണ്, മോഹങ്ങളാണ്. അല്ലെ, മോഹങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് തടസ്സമാവുക? ദൈവത്തിന്റെ അവിടെ അടുക്കുന്നതിന് തടസ്സമാവുക. അപ്പൊ ആ മോഹങ്ങളിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അല്ലെ, ആ മോഹങ്ങളുടെ പിറകെ പോകുമ്പോഴാണ് മനുഷ്യൻ, നല്ല മോഹങ്ങളുടെ പിറകെ പോകുമ്പോൾ നന്നാവുകയും ചീത്ത മോഹങ്ങളുടെ പിറകെ പോകുമ്പോൾ ചീത്തയാവുകയും ചെയ്യും. ഈ രണ്ട് സാധ്യത മനുഷ്യനുണ്ട്. പക്ഷിമൃഗാദികൾക്ക് ഇണ ചേരുക, ഇര തേടുക എന്ന പരിമിതമായ മോഹങ്ങളേ ഉള്ളൂ. മനുഷ്യമോഹങ്ങൾ അങ്ങനെയല്ല. മോഹങ്ങളെക്കുറിച്ച് പറയും, മോഹങ്ങളുടെ പ്രത്യേകതയായിട്ട് പറയാറുണ്ട്, കടലിലെ ഓളങ്ങൾക്കും കരളിലെ മോഹങ്ങൾക്കും ഒടുക്കമില്ലെന്ന്. അപ്പോൾ ഒടുക്കമില്ലാത്ത നല്ലത് ചിത്തയുമായ കുറേ മോഹങ്ങൾ ഇത് വെട്ടിപ്പിടിക്കാനുള്ള ഒരു ആർത്തിയായി ജീവിതം മാറുമ്പോൾ ജീവിതം താളം തെറ്റുമെന്ന്. അങ്ങനെ താളം തെറ്റാതെ ജീവിതത്തിന് എന്താകേണ്ടതുണ്ട്? ഒരു പരിചയായിട്ടാണ് വ്രതം നിശ്ചയിക്കപ്പെട്ടത്. ജീവിതത്തിന് ഒരു പ്രവാചകൻ പറഞ്ഞത് വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണ്? അതൊരു പരിചയം. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സമര പോരാട്ടങ്ങളിൽ സുരക്ഷിതത്വം നൽകുന്ന ഒരു ദൗത്യമാണ് നിർവഹിക്കുക. വ്രതം നിർവഹിക്കുന്ന ദൗത്യവും അത് തന്നെയാണ്. ഇതൊരു പരിചയമാണ്. അത് എങ്ങനെ പരിചയമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാകും. ആ ഉദാഹരണം ശ്രദ്ധിച്ച് കേട്ടാലാണ് മനസ്സിലാവുക. നമ്മളുടെ ശരീരത്തെ ഒരു രാജ്യമായിട്ട് സങ്കല്പിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത് നമ്മളുടെ ആത്മാവിനെ അവിടുത്തെ രാജാവായിട്ട് സങ്കല്പിക്കുക. ശരീരത്തെ രാജ്യമായി സങ്കല്പിക്കുക, ആത്മാവിനെ രാജാവായി സങ്കല്പിക്കുക, നമ്മളുടെ ഇച്ഛകളെ, മോഹങ്ങളെ പ്രജകളായിട്ടും സങ്കല്പിക്കുക. ഈ ഇച്ഛകളാകുന്ന ഈ മോഹങ്ങൾ എന്ന് പറയുന്ന ഇത് പ്രജകൾ ആത്മാവാകുന്ന രാജാവിനോട് പല കാര്യങ്ങളും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിങ്ങനെ അനുവദിക്കുമ്പോഴാണ് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശപ്പ് എന്താണ്? ഒരു ഇച്ഛയാണ്, ഒരു മോഹമാണ്. അപ്പോൾ വിശപ്പ് എന്ന് പറയുന്ന ഇച്ഛ പറയുകയാണ് ആത്മാവാകുന്ന രാജാവിനോട്, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം ആവശ്യമുണ്ട്. അപ്പോൾ ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരാൾ ഭക്ഷണം കഴിക്കും. ഒരാളുടെ ദാഹം എന്ന ഇച്ഛ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു, വെള്ളം ആവശ്യമുണ്ട്. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. ഒരാളുടെ മദ്യപാനേച്ഛ പറയുകയാണ് എനിക്ക് മദ്യപിക്കണം. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ മദ്യപിക്കുന്നു. ഒരാളുടെ ലൈംഗികേച്ഛ പറയുകയാണ് എനിക്ക് വ്യഭിചരിക്കണം. ആത്മാവാകുന്ന രാജാവ് അത് അനുവദിക്കുമ്പോൾ അയാൾ വ്യഭിചരിക്കുന്നു. ഇങ്ങനെ ഇച്ഛകളാകുന്ന പ്രജകൾ ആത്മാവാകുന്ന രാജാവിനോട് ചോദിക്കുന്നതെല്ലാം അങ്ങോട്ട് അനുവദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിട്ടാണ് ഒരു മനുഷ്യൻ മാറുക? അല്ലേ, ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എന്ന് പറഞ്ഞാൽ തോന്നുന്നതൊക്കെ ചെയ്യുന്ന, തോന്നുന്നതൊക്കെ പറയുന്ന, തോന്നുന്നത് പോലെ ജീവിക്കുന്ന, അങ്ങനെ തോന്നുന്നത് പോലെ ജീവിക്കുന്നവനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ആ ജീവിതത്തിൽ നമ്മൾ പറയുന്ന പേര്
തോന്നിയാസം എന്നാണ്. ആ തോന്നിയാസം എന്നതിൻ്റെ ആധുനിക ഭാഷയാണ് ലിബറലിസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോലെ ജീവിക്കുക, മൈ ബോഡി മൈ ചോയ്സ്. അങ്ങനെ ഉണ്ടല്ലോ, എൻ്റെതാണ് ശരീരം, അതുകൊണ്ട് ഞാൻ തന്നെയാണെന്ത്. ഈ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെ, മദ്യപിക്കണോ ശരി, വ്യഭിചരിക്കണോ, മോഷ്ടിക്കണോ, പിടിച്ചു പറിക്കണോ, എന്തും ശരി, തോന്നുന്നത് പോലെ ജീവിക്കുക. ഞാനൊരു പെണ്ണാണെന്ന് പറയുന്നു നിങ്ങളോടെങ്കിൽ നിങ്ങളത് സമ്മതിച്ചേ പറ്റൂ എന്നതൊക്കെയാണ് ആധുനിക കാഴ്ചപ്പാടുകൾ. ഇങ്ങനെ ആയാൽ മനുഷ്യന്റെ ജീവിതം താളം തെറ്റും. അതുകൊണ്ട് ശരീരമാകുന്ന രാജ്യത്തിൽ ആത്മാവാകുന്ന രാജാവ് നോക്കുകുത്തിയായിട്ട് മാത്രം മാറുമ്പോൾ അരാജകത്വമാണ് അവിടെ ഉണ്ടാവും. അങ്ങനെ സംഭവിക്കരുത്. അതിന് പകരം എന്ത് വേണം? ആത്മാവാകുന്ന രാജാവ് ഇച്ഛകളാകുന്ന പ്രജകളെ നിയന്ത്രിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തണം. ഇതിനുള്ള പരിശീലനമാണെന്ത്? വ്രതം. അതെങ്ങനെ പരിശീലനമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാൻ പറ്റും, വ്രതം അനുഷ്ഠിക്കുമ്പോൾ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ വ്രതം അനുഷ്ഠിക്കുന്നത്. എല്ലാ ഇച്ഛകളെയും അടക്കി നിയന്ത്രിച്ചു കൊണ്ടുള്ള, അപ്പോൾ ഏതാണ്ടൊരു വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു 10 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും ദാഹം വരും. ദാഹം എന്ന ഇച്ഛ പറയും, എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണം. ആത്മാവാകുന്ന രാജാവ് പറയും, തൽക്കാലം നിനക്കത് വേണ്ട. കുറച്ച് കഴിയുമ്പോഴേക്കും വിശപ്പ് വരും. വിശപ്പ് എന്ന് പറയുന്ന ഇച്ഛ പറയും, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. പക്ഷേ ആത്മാവാകുന്ന രാജാവ് പറയും, തൽക്കാലം എനിക്കത് വേണ്ട. ഇങ്ങനെ എന്തൊക്കെ മോഹങ്ങൾ വരുന്നോ അതെല്ലാം നിയന്ത്രിക്കും. അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇച്ഛകളാകുന്ന പ്രജകളെ ആത്മാവാകുന്ന രാജാവ് നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇതൊരു പരിശീലനം. എന്തിനുള്ള പരിശീലനമാണ്? റമദാനിലെ പകലിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതിനുള്ള പരിശീലനം. റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ കള്ള് കുടിക്കാതിരിക്കാൻ കൽപ്പനയുണ്ട്, അത് പാലിക്കാനുള്ള പരിശീലനം കൂടി. അങ്ങനെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ റമദാൻ ലക്ഷ്യമല്ല, ഇഫ്താർ എന്തല്ല, ഈ പറയുന്ന ഈ മറ്റേ നോമ്പ് എന്ന് പറയുന്ന ലക്ഷ്യമല്ല, അത് മാർഗമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് സൂക്ഷ്മത, ജീവിതത്തിൽ തഖ്വ എന്നാണ് അതിനെ പ്രയോഗിച്ചിട്ടുള്ളത്. സൂക്ഷ്മത ഉണ്ടാവാൻ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങൾ കുറേയുണ്ട്, അതിൽ നിന്നൊക്കെ മുക്തമായി ജീവിക്കാനുള്ള പരിശീലനം. അപ്പൊ അതുകൊണ്ട് റമദാനിലെ പകലുകളിൽ ഭക്ഷണം നിഷിദ്ധമാണെന്ന കാര്യം ഇത് പരിശീലിപ്പിക്കുന്നത് എന്തിനാണ്? റമദാനിന് ശേഷമുള്ള ജീവിതത്തിൽ നിഷിദ്ധങ്ങളായി പഠിപ്പിക്കപ്പെട്ട എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ശേഷിക്കുള്ള പരിശീലനം കൂടിയാണ്. എന്ന് മാത്രമല്ല, ഇതിൽ വേറൊരു തലമുള്ളത് അല്ലെ, സ്വന്തം ഇച്ഛകളെ ദൈവേച്ഛയ്ക്ക് വിധേയപ്പെടുത്തൽ കൂടിയാണ്. നമുക്ക് ഇപ്പൊ ഈ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം, ഇപ്പോൾ വിശക്കുന്നുണ്ട്, ഇപ്പൊ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വെള്ളം കിട്ടാനുണ്ട്, വേണമെങ്കിൽ ആരും കാണാതെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ വെള്ളം കുടിക്കുന്നില്ല. കാരണം എന്നോടെൻ്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നു, റമദാനിലെ പകലുകളിൽ നിനക്ക് വെള്ളം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇച്ഛയെ ഞാൻ ദൈവേച്ഛയ്ക്ക് വിധേയപ്പെടുത്തുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കിട്ടും, വേണമെങ്കിൽ കാണാതെയൊക്കെ വേണമെങ്കിൽ കഴിക്കാം, കണ്ടുകൊണ്ട് കഴിക്കാം, അല്ലാതെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം. പക്ഷെ അങ്ങനെ കഴിക്കുന്നില്ല. എന്താ കാരണം? എന്നോടെൻ്റെ നാഥൻ കൽപ്പിച്ചിരിക്കുന്നു, റമദാനിലെ പകലുകളിൽ ഭക്ഷണം നിനക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വിശപ്പ് ദാഹം എന്നൊക്കെ പറഞ്ഞാൽ പ്രാഥമിക ഇച്ഛകളാണ്. അപ്പം ഈ പ്രാഥമിക ഇച്ഛകളെ തന്നെ ദൈവേച്ഛയ്ക്ക് വിധേയപ്പെടുത്തി പരിശീലിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുടനീളം ദൈവേച്ഛ, ദൈവകൽപ്പനകൾ പാലിക്കാൻ അതെന്താണ്? മതിയാവുന്ന പരിശീലനം. അങ്ങനെ ഉണ്ടല്ലോ. ആ അർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ, കാരണം ഈ അർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ആത്മസംസ്കരണം സിദ്ധിച്ചാൽ, അല്ല, ദൈവബോധത്തെ ശക്തിപ്പെടുത്തി ഇച്ഛകളെ നിയന്ത്രിച്ച് പിന്നെ അവൻ എന്തായി തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, ബുദ്ധി കൊണ്ടുള്ള യുക്തിചിന്തയിലൂടെ ദൈവത്തോട് അടുക്കൽ, ആത്മാവ് കൊണ്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തോട് അടുക്കൽ, പിന്നെ ശരീരം കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിലൂടെ സൃഷ്ടികളെ സേവിക്കൽ എന്ന് പറഞ്ഞാൽ പിന്നീട് വിശ്വാസി എങ്ങനെ ആയി തീരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ധർമ്മം നിർവഹിക്കാനുണ്ട്. മനുഷ്യൻ എന്ന നിലയ്ക്ക് ധർമ്മം നിർവഹിക്കാനുണ്ട്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിശിരകാലത്ത് ഇല പൊഴിക്കുന്ന വൃക്ഷങ്ങളെ പോലെ വൃക്ഷങ്ങൾക്കൊരു മഹാധർമ്മം നിർവഹിക്കാനുണ്ട്. പക്ഷെ ശിശിരകാലത്ത് അവ ഇല കൊഴിക്കുന്നു. ആഹാരം പാകം ചെയ്യുന്നത് ഇലകളിലാണല്ലോ, സസ്യങ്ങൾ. പക്ഷെ ശിശിരകാലത്ത് എന്ത് ചെയ്യുന്നു? വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു തലത്തിലാണ്. എന്തിനു വേണ്ടി? ഒരു വർഷക്കാലം നീണ്ടു നിന്ന കാലയളവിനുള്ളിൽ പുഴുക്കുത്ത് വന്ന ഇലകളെല്ലാം പൊഴിച്ചു കളഞ്ഞ് അതിൽ പുതിയ തളിരുകൾ, പുതിയ പൂക്കൾ, പുതിയ കായ്കൾ, അങ്ങനെ അത് അതിൻ്റെ ധർമ്മനിർവഹണത്തിന് സജ്ജമാകുന്നത് പോലെ മനുഷ്യൻ എന്താകേണ്ടതുണ്ട്? ഒരു റമദാൻ മുതൽ മറ്റൊരു റമദാൻ വരെയുള്ള കാലയളവിനുള്ളിൽ രൂപപ്പെട്ടു വന്ന പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശ്വാസത്തിൻ്റെ പുതിയ തളിരുകളും അങ്ങനെ പുതിയ പൂക്കളും പിന്നീട് പുതിയ സൽക്കർമ്മങ്ങൾ നിർവഹിക്കാൻ സജ്ജമായിട്ട് വിശ്വാസി മാറേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തോട് അടുക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിനോട് മാത്രമല്ല കടപ്പാടുള്ളത്, പിന്നെ ആരോടുകൂടിയുണ്ട്?
സൃഷ്ടികളോടുമുണ്ട്. ആ കടപ്പാടെന്ന് പറയുന്നതിന് പോലും മുൻഗണനാക്രമം വരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഏത്? ദൈവത്തോടുള്ള മനുഷ്യന്റെ കടപ്പാട് പൂർത്തിയാവുക, സ്രഷ്ടാവിനോടുള്ള കടപ്പാട് പൂർത്തിയാവുക സൃഷ്ടികളോടുള്ള കടപ്പാടുകളിലൂടെയാണ്. അതുകൊണ്ടാണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ സഹവസിക്കേണ്ടത് അല്ലെങ്കിൽ കടപ്പാടുള്ളത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ പ്രവാചകന്റെ മറുപടി നിങ്ങൾ ധാരാളമായി കേട്ടിരിക്കും. പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി എന്താണ്? ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? സ്വന്തം മാതാവിനോടാണ്. ഇത് 3 തവണ ആവർത്തിക്കുന്നുണ്ട്. 4ാമത്തെ തവണ ചോദിച്ചപ്പോൾ പറഞ്ഞു നിന്റെ പിതാവിനോടാണ്. എന്ന് വെച്ചാൽ 3 തവണയും മാതാവിനോടുള്ള ഈ കടപ്പാട് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, മാതാപിതാക്കളോടുള്ള മനുഷ്യന്റെ ബാധ്യത, കടപ്പാട്, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഒരു സമയത്ത് പറയുന്നത്, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിന്റെ പ്രീതി. അപ്പൊ ദൈവപ്രീതിക്ക് നേർച്ചകൾ, വഴിപാടുകൾ, പൂജകൾ എന്നത്തെ പരിപാടിയേ ഇല്ല. കാരണം ദൈവത്തിന് നമ്മുടെ കാശിന്റെ ആവശ്യമില്ലെന്ന്. അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ ദൈവത്തിന് എന്തിനാ കാശ്? ദൈവത്തിന് അങ്ങനെ കാശിന്റെ ആവശ്യമില്ല. നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരൊക്കെ ചെയ്യും എന്ന് പരീക്ഷിക്കാനാണ് ജീവിതം എന്നാണ്. എന്നിരിക്കെ നല്ല കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ സംരക്ഷണം. ഇത് ഇന്ന് ഏറെ പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല വൃദ്ധസദനങ്ങൾ പെരുകി വരുന്നത്. ഒരമ്മക്കഥയിൽ വായിച്ചത്, ഡോക്ടർ പരസ്യം കൊടുത്തു പത്രത്തിൽ, പട്ടിയെ കാണുന്നില്ല, കിട്ടുന്നവർ വിവരം അറിയിക്കണം, ഉയർന്ന നല്ല പാരിതോഷികം നൽകുന്നതാണ്. പിറ്റേ ദിവസം ഡോക്ടർക്ക് കോൾ വരുന്നു വൃദ്ധസദനത്തിൽ നിന്ന്. അതിന്റെ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കളുടെ പട്ടിയും താങ്കളുടെ മാതാവും ഇവിടെ സുഖമായിരിക്കുന്നു, താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താ സംഭവിച്ചത്? ഡോക്ടർ മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കി, കൂടെ പട്ടിയും പോയി. പട്ടിക്ക് അമ്മയോട് സ്നേഹമുണ്ട്, പക്ഷെ കുട്ടിക്ക് സ്നേഹമില്ല. ഈ കുട്ടിക്ക് സ്നേഹമില്ലാതിരിക്കാൻ കാരണം കുട്ടിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല. അത് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഏത്? ബുദ്ധിവികാസമല്ല, അതിന് പകരം ഹൃദയ സംസ്കരണം, ആത്മസംസ്കരണം. അങ്ങനെ വരുമ്പോഴാണ് ഉദരത്തിൽ കൊണ്ടു നടന്നിരുന്ന മാതാവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ മാറുക. അങ്ങനെ മാറണം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ, പ്രവാചകന്റെ അധ്യാപനം. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രായമാകുന്ന സമയത്ത് പ്രയാസപ്പെടുമ്പോൾ അരോചകമായ ഒരു വാക്ക് പോലും, ഛേ എന്നൊരു പ്രയോഗം പോലും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ദൈവപ്രീതി കിട്ടണമെങ്കിലുള്ള വഴിയായി പറയുന്നു. അങ്ങനെ മനുഷ്യനായി മാറുക എന്നത്. എന്നിട്ടോ പ്രവാചകൻ പിന്നെയും പറഞ്ഞത്, ഇവിടെ അവസാനിപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട കുറേ വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല. പിന്നെയും സൂചിപ്പിച്ചൊരു കാര്യം എന്താണ്? ഈ അർത്ഥത്തിൽ മനുഷ്യൻ മാതാപിതാക്കളോടുള്ള കടപ്പാട്, അല്ലെ, മാതാവിനോട്, പിതാവിനോട് മാത്രമല്ല, പിന്നെ പ്രവാചകൻ പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുന്നവൻ സത്യവിശ്വാസിയല്ല. അതിന്റെ അർത്ഥം എന്താ? ദൈവവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് പറയുന്ന ചില ആചാരാനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങുന്ന കാര്യമല്ല. അതിനപ്പുറത്ത് മനുഷ്യന് കുടുംബത്തോട് മാത്രമല്ല, അയൽവാസിയോടും സമൂഹത്തോടും കടപ്പാടുണ്ട്. കാരണം എല്ലാവരും യഥാർത്ഥത്തിൽ എന്താണ്? ഒരൊറ്റ തറവാട്ടുകാരും കുടുംബക്കാരും. അതുകൊണ്ട് മനുഷ്യനോട് ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്. അല്ലെ, ആ അർത്ഥത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാധ്യതകൾ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനുഷ്യൻ അവന്റെ കടപ്പാടുകൾ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് നല്ല മനുഷ്യരായി ജീവിക്കുക. അങ്ങനെ ജീവിക്കണമെങ്കിൽ, അതിന് സാധ്യമാകണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് ഈ സന്മാർഗം, ദുർമാർഗം, ഇതേക്കുറിച്ചൊക്കെ നല്ല, അല്ലെങ്കിൽ മനുഷ്യൻ ആഗ്രഹിക്കാതെ തന്നെ ദുർമാർഗത്തിൽ പെട്ടുപോയാൽ നല്ല മനുഷ്യർ തന്നെ ചീത്തയായിട്ട് മാറും. അങ്ങനെ ഈ സാഹചര്യമൊക്കെ മനുഷ്യനെ വഴിതെറ്റിക്കും. അതുകൊണ്ട് ഈ സന്മാർഗം, ദുർമാർഗം പാലിക്കൽ വളരെ പ്രധാനമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ആ സന്മാർഗത്തെ, അതിനെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ അതിനൊരു പട്ടിക, ചിട്ടപ്പെടുത്തിയ ഒരു പട്ടിക തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് കാര്യം ഇതാണ്, നേരത്തെ പറഞ്ഞല്ലോ, എല്ലാത്തിനെയും സൃഷ്ടിച്ച, സംവിധാനിച്ച ആ സർവശക്തനായ സ്രഷ്ടാവാണ് ദൈവം എന്നതുകൊണ്ട് തന്നെ ജീവിക്കണം. കാരണം സ്രഷ്ടാവാണ് സൃഷ്ടികളുടെ ഉടമസ്ഥനം. അതുകൊണ്ട് സൃഷ്ടി നിലയ്ക്ക് എന്താവണം? സ്രഷ്ടാവിന് വിധേയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കണം. ഇത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആ പട്ടികയുടെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്. അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പോൾ സ്രഷ്ടാവിനെ പൂജിക്കാം, പക്ഷെ സൃഷ്ടികളെ പൂജിക്കരുത്. ഭാര്യയെ പ്രേമിക്കാം, പക്ഷെ അമ്മയെ പ്രേമിക്കരുത്. ഇന്നൊക്കെ അത് പ്രത്യേകം പറയേണ്ടി വരുന്നുണ്ട്. കാരണം അതുമാകാം എന്നുള്ളിടത്ത് വരെയാണ് ഇന്നത്തെ ലോകം എത്തിപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അത് പാടില്ല. അല്ലെ, വെള്ളമാണെങ്കിൽ കുടിക്കാം, പക്ഷെ കള്ള് കുടിക്കരുത്. ചായ വേണമെങ്കിൽ കുടിച്ചോ, പക്ഷെ ചാരായം കുടിക്കരുത്. കൂലി വാങ്ങാം, പക്ഷെ കൈക്കൂലി വാങ്ങാൻ പാടില്ല.
പന്ത് കളിക്കാൻ വേണമെങ്കിൽ, പക്ഷെ ചൂത് കളിക്കാൻ പാടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ മത്സ്യ കച്ചവടം ചെയ്യാം, പക്ഷെ പലിശ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉറക്കം വരുന്നുവെങ്കിൽ കാപ്പി കുടിക്കാം, പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ കോപ്പി അടിക്കാൻ പാടില്ല. നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എത്രയോ ആയിക്കോട്ടെ, പക്ഷെ വേസ്റ്റ് ആക്കാൻ പാടില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ഒരു വിദ്യാലയം തുടങ്ങാം, പക്ഷെ ഒരു വേശ്യാലയം തുടങ്ങാൻ അനുവാദമില്ല. ഒരാൾക്കൊരു മെഡിക്കൽ ഷോപ്പ് വേണമെങ്കിൽ തുടങ്ങാം, പക്ഷെ ഒരു കള്ള് ഷാപ്പ് തുടങ്ങാൻ അനുവാദമില്ല. ഈ അർത്ഥത്തിൽ ജീവിതത്തിൽ ഇതിങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ പട്ടികയാണ്. സന്മാർഗം, ദുർമാർഗം. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഈ സന്മാർഗമാണ് പഠിപ്പിച്ചത്. അത് മനുഷ്യനെ മനുഷ്യനാക്കാനുള്ളതാണ്. അതിന്റെ മറുപുറം നമ്മൾ നോക്കിയാൽ അത് മനുഷ്യനെ, നല്ല മനുഷ്യർ പോലും ചീത്തയാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്നാണ്. അപ്പൊ അതിനെ സൂക്ഷിച്ച് സന്മാർഗത്തിൽ ജീവിക്കാൻ മനുഷ്യന് പരിശീലനം ആവശ്യമുണ്ട്. ആ പരിശീലനമാണ് നൽകുന്നത്. എന്തിന്? അങ്ങനെ ജീവിച്ചാലാണ് മനുഷ്യൻ നല്ല മനുഷ്യരായിട്ട്, കാരണം എല്ലാ തിന്മകളിൽ നിന്ന് മുക്തനായി, അക്രമമില്ലാത്ത, അനീതിയില്ലാത്ത, വെട്ടിപ്പും തട്ടിപ്പുമില്ലാത്ത നല്ല മനുഷ്യരായിട്ടുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, അങ്ങനെ ജീവിക്കുന്നത് എന്തിനാ? കാരണം ഈ ലോക ജീവിതം ദൈവത്തിന്റെ പരീക്ഷണം, ഇത് നിരീക്ഷണത്തിന് വിധേയമാണ്. ദൈവം ഒരു നോക്കുകുത്തി മാത്രമല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതം നശ്വരമാണ്. അനശ്വര ജീവിതം വരാനിരിക്കുന്നതാണ്. ആ അനശ്വര ജീവിതത്തിൽ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ ഈ ലോക ജീവിതത്തിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം. സ്വന്തത്തെ അക്രമത്തിനും വിധേയപ്പെടുത്താതെ, തിന്മയുടെ മാർഗത്തിൽ പോകാതെ, നന്മയുടെ മാർഗത്തിൽ മനുഷ്യൻ ദൈവത്തോടും സൃഷ്ടികളോടും തൻ്റെ ബാധ്യതകൾ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച് നല്ല മനുഷ്യരായിട്ട് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും എന്തുണ്ട്? നമ്മളുടേതായ കയ്യൊപ്പുണ്ട്. പക്ഷെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യും. ഈ കർമ്മം ചെയ്യുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. പട്ടിയും പോത്തും കർമ്മം ചെയ്യുമ്പോൾ അല്ല മനുഷ്യൻ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ടാണ് ശക്തനായ ഒരു പോത്ത് ദുർബലനായ ഒരു പോത്തിനെ കുത്തി കൊലപ്പെടുത്തിയാൽ അതിൻ്റെ പേരിൽ ഒരു വിചാരണയും ഒരു ശിക്ഷാരക്ഷ സമ്പ്രദായം നടപ്പിലാക്കലൊന്നുമില്ല. കാരണം എന്താ? പോത്തിൻ്റെ കർമ്മങ്ങൾക്ക് ഭൗതിക മാനം മാത്രമേ ഉള്ളൂ, ധാർമ്മിക മാനമില്ല. പക്ഷെ ശക്തനായ ഒരു മനുഷ്യൻ ദുർബലനായ ഒരു മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്ത് വേണം? അതിന് നമ്മളുടെ ഒരു മനസാക്ഷി പറയുന്നത് എന്താ? ശക്തനായ ഒരു മനുഷ്യൻ ദുർബലനായ ഒരു മനുഷ്യനെ അന്യായമായി കൊലപ്പെടുത്തിയാൽ അതിനെന്ത് വേണം? നമ്മളുടെ ഉള്ളിലെ മനസാക്ഷി പറയുന്നു അതിന് ശിക്ഷ ഉണ്ടാവേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ 170 ആളുകൾ നിരപരാധികളാകുന്ന കുട്ടികൾ ധാരാളം നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത് നോക്കുക, അവർ നിരപരാധികളാണ്, പക്ഷെ കൂട്ടക്കുരുതി നടത്തി ചെയ്തവരെ ആരും ശിക്ഷിക്കാൻ ഇന്നത്തെ ഒരു സാഹചര്യത്തിലും അതിൻ്റെ സാഹചര്യം. പക്ഷെ ഇതൊക്കെ അറിയുന്ന, അതൊക്കെ സംവിധാനിച്ച ദൈവം തമ്പുരാൻ ഇതിങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു വീണപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ അമ്മിഞ്ഞപ്പാൽ അവരുടെ മാതാവിൻ്റെ സ്തനത്തിൽ മാതാവും പിതാവും ഒന്നും അറിയാതെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതൊക്കെ രൂപപ്പെടുത്തുന്നിടത്ത് വരെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ അവിടെ കൊല ചെയ്യപ്പെടുമ്പോഴും ഇവിടെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ അമ്മിഞ്ഞപ്പാല് മാതാവും പിതാവും അറിയാതെ മാതാവിന്റെ സ്ഥാനത്തിൽ രൂപപ്പെടുന്നിടത്ത് വരെ ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിരിക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച ദൈവം ആ കാര്യത്തിൽ അശ്രദ്ധമായിട്ട് അങ്ങനെ ഇടുകയില്ലെന്നാണ്. അതിന് പകരം ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. എത്ര അക്രമവും ചെയ്യാൻ ഇവിടെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇതൊരു പരീക്ഷണമാണ് ജീവിതം. ഈ പരീക്ഷണത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ നിരീക്ഷണത്തിന് വിധേയമാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. ഇതിനൊരു റിസൾട്ട് വരാനിരിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പരീക്ഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോപ്പിയടിക്കാൻ അനുവാദമുള്ള ലോകത്തിലെ ഒരേ ഒരു പരീക്ഷയാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ല, മറ്റു പരീക്ഷകൾക്കൊന്നും കോപ്പിയടിക്കാൻ അനുവാദമില്ല. അതേസമയത്ത് ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇത് കോപ്പിയടിക്കാൻ അനുവാദമുള്ള പരീക്ഷയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കോപ്പിയടിക്കേണ്ടത്? ആ കോപ്പിയടിക്കേണ്ടത് ആരെയാണ്? പ്രവാചകന്മാരെ നിയോഗിച്ചത് അതിനു വേണ്ടിയാണ്. അവരെ കോപ്പിയടിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. കാരണം അവർ ജീവിതത്തിൽ എങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കണം എന്നതിൻ്റെ മാതൃക കാണിച്ചു. ആ മാതൃകയെ കോപ്പിയടിച്ച് ജീവിക്കുക, അതാണ് വിജയിക്കാനുള്ള വഴി. അങ്ങനെ അവരിലൂടെ, മഹാന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ നല്ല വഴിയുണ്ടല്ലോ, സന്മാർഗം, അതാണ് ഹുദ എന്ന് പറയുന്ന, സന്മാർഗം എന്ന് പറയുന്ന ആ വഴിയിലൂടെ മനുഷ്യൻ ജീവിക്കും. അതാണ് ദൈവപ്രീതിക്ക് കാരണമാവുക. ഇതിങ്ങനെ ജാതി, സമുദായം, മതം കണ്ടല്ലോ, വർഗം, വർണ്ണം ഇതൊന്നും വെച്ചുകൊണ്ട്, കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഒന്നില്ല. ദൈവവും ഒന്നാണ്, മനുഷ്യനും ഒന്നാണ്. മനുഷ്യനാകെ കൂടിയുള്ളത് ധർമാധർമ്മ ബോധമാണ്. അതിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ ദൈവത്തിങ്കൽ ആദരണീയരാണ്, അല്ലെ, ദൈവത്തിങ്കൽ യഥാർത്ഥത്തിൽ സ്വീകരിക്കപ്പെടുന്നവരാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്? അവർ ശിക്ഷാർഹരുമാകുന്ന
അങ്ങനെ ഒരു ഘട്ടം വരാനുണ്ടെന്ന കാര്യം പ്രവാചകന്മാരിലൂടെ വേദങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് ഏതാണ്ട് ഒരു 1/2 ഭാഗവും ഈ കാര്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നൊരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനെയൊക്കെ പ്രയാസമുള്ള ഏത് വേനൽ ഇതിനേക്കാളൊക്കെ ചൂട് വരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊക്കെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഈ നോമ്പൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തമാശയല്ല എന്നതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യമാണ്. അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കൃത്യമായ അവബോധമാണ്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ എത്ര കണ്ട് മനുഷ്യൻ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവിടെയൊക്കെ നന്മയിലേക്കല്ലാതെ തിന്മയിലേക്ക് പോകുവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമേ അല്ല എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന, കാരണം ഖുർആൻ അവതരിച്ച മാസമാണ്, അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ മെസ്സേജിൻ്റെ ഒരു വ്യത്യസ്ത തലങ്ങൾ സൂചിപ്പിച്ചത്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഐഹിക ജീവിതത്തെ, നശ്വരമായ ഐഹിക ജീവിതത്തെ അമിതമായി താലോലിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ ശരിക്ക് ലക്ഷ്യമായി കണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന മെസ്സേജാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ബൽ തൂശിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. എന്നിട്ട് ദൈവം പറയുകയാണ്, എന്നാൽ യഥാർത്ഥത്തിൽ ഐഹിക ജീവിതമല്ല, ഈ ജീവിതമല്ല, അതിന് പകരം വരാനിരിക്കുന്ന ഒരു പരലോക ജീവിതം ഉണ്ടല്ലോ, അതാണ് ഉത്തമമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും. ഇന്ന ഹാദ ലഫി സുഹുഫിൽ ഊല, ഇത് മുൻ വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയൊരു കാര്യം ഖുർആനിൽ പറയല്ല ചെയ്യുന്നത്, അതിന് പകരം മുമ്പൊക്കെ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അർജുനൻ നിസ്സംഗനായി നിൽക്കുന്ന സമയത്ത്, ധർമ്മസമരമാണല്ലോ, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ആ ധർമ്മസമരത്തിൽ നിസ്സംഗനായി നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. കൃഷ്ണൻ പറയുന്നത് എന്താണ്? കാരണം ശത്രുപക്ഷത്തൊക്കെ ഉള്ളത് ആരാണ്? മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളൊന്നും അല്ലല്ലോ. ശത്രുപക്ഷത്തുള്ളത് അർജുനൻ്റെ തൻ്റെ ബന്ധുമിത്രാദികളും ഗുരുവര്യന്മാരുമാണ്. എന്ന് പറഞ്ഞാൽ ധർമാധർമ്മത്തിന് ജാതി മതമൊന്നുമില്ല, ധർമ്മം അധർമ്മം ഇതേ ഉള്ളൂ. എന്നിരിക്കെ ആ നിസ്സംഗനായി നിൽക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയുന്ന കാര്യം എന്താണ്? മരിക്കുകിൽ സ്വർഗമെത്താം, ജയിച്ചാൽ ഭൂമി വാണിടാം, അതിനാൽ എഴുന്നേൽക്കണം യുദ്ധം ചെയ്യാൻ ഉറച്ചു നീ. എന്ന് പറഞ്ഞാൽ ഈ ധർമ്മസമരത്തിൽ മരിക്കുന്നുവെങ്കിൽ മരണം കൂടി തീരല്ല ചെയ്യാൻ, മരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെത്താം എന്നാണ് പറഞ്ഞത്. അപ്പം ധർമ്മമാർഗത്തിലുള്ള മരണം എന്തിനുള്ളതാണ്? സ്വർഗത്തിലെത്താം എന്നാണ് പഠിപ്പിച്ചത്. യേശു തന്നെ പഠിപ്പിച്ചത് എന്താണ്? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ദേഹേച്ഛകളെ ദൈവേച്ഛയ്ക്ക് വിധേയപ്പെടുത്തി ജീവിക്കാനാണ് എല്ലാവരും മനുഷ്യരോട് പറഞ്ഞിട്ടുള്ള കാര്യം. ആ മെസ്സേജാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. അത് എത്ര കണ്ട് നമ്മൾ പഠിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് എന്താവാം, കൂടുതൽ കൂടുതൽ മനുഷ്യരായി മാറാം. മനുഷ്യത്വത്തിലേക്കുള്ള ഒരുപാട് വഴികൾ അത് നമുക്ക് തെളിയിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്ന ഇഫ്താറിൻ്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒത്തുകൂടൽ എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങളുള്ള ഒരു വേദിയാണ്, ഒരു സന്ദർഭം കൂടിയാണിത്. എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.